അയൽവാസികളായ 2 സാധുക്കളെ കൊലപ്പെടുത്തിയിട്ടും യാതൊരു കുറ്റബോധവുമില്ല. പുഷ്പയെ കൊലപ്പെടുത്താൻ കഴിയാത്തതിലെ നിരാശയാണ് അയാൾക്ക്. നെന്മാറ പോത്തുണ്ടി ഇരട്ടക്കൊലപാതക കേസിലെ തെളിവെടുപ്പിനിടെ പ്രതി ചെന്താമരയുടെ വെളിപ്പെടുത്തൽ ഞെട്ടിപ്പിക്കുന്നതാണ്. താൻ നാട്ടിൽ വരാതിരിക്കാനായി പോലീസിൽ നിരന്തരം പരാതി കൊടുത്തതും തൻ്റെ കുടുംബം തകർത്തതിൽ പ്രധാന പങ്കുവഹിച്ചതും അയൽവാസിയായ പുഷ്പയാണെന്ന് ചെന്താമര പറയുന്നു. അങ്ങനെയെങ്കിൽ ഭാഗ്യം കൊണ്ടാണ് ആ സ്ത്രീ രക്ഷപ്പെട്ടത്. തെളിവെടുപ്പിന് ശേഷം പ്രതി ചെന്താമരയെ കോടതിയിൽ ഹാജരാക്കി. ജയിലിലേക്ക് പോകുമ്പോൾ പൊന്നുപോലെ സ്നേഹിച്ച മകളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് അയാളുടെ മനസ്സിൽ. ഇതെല്ലാ കുറ്റവാളികൾക്കും ഒരു പാഠമാകണം. വർഷത്തെ ഇടവേളയിൽ ജീവനെടുത്തത് 3 പേരുടെ. എന്നിട്ടും കൊടും കുറ്റവാളി ചെന്താമരയ്ക്ക് ഒരു കുലുക്കവുമില്ല. കൊലപാതകത്തിന് ന്യായീകരണം നിരത്തുകയാണ് അയാൾ. കൊലപാതകത്തിൽ ഒരു കുറ്റബോധവുമില്ലെന്ന് ചെന്താമര മാധ്യമങ്ങളോട് പറഞ്ഞു. തന്റെ കുടുംബത്തോട് ചെയ്തത് അറിയില്ലേ എന്ന് ചെന്താമര ചോദിച്ചു. മകളെ വേണ്ട രീതിയിൽ പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല. വീടുണ്ടാക്കിയിട്ട് അതിൽ കയറി താമസിക്കാൻ പോലും പറ്റിയില്ലെന്നും ചെന്താമര പറയുന്നു. അയൽവാസിയായ പുഷ്പയെ കൂടി കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നതായി ചെന്താമര പോലീസിന് മൊഴി നൽകിയിരുന്നു. തന്റെ കുടുംബം തകരാൻ പുഷ്പയും പ്രധാന കാരണക്കാരിയായിരുന്നു. പുഷ്പയെ കൊല്ലാൻ കഴിയാത്തതിൽ മാത്രമാണ് നിരാശയുള്ളത്. ഇനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. മകളോട് സ്നേഹമുണ്ടെന്നും വീട് മകൾക്ക് നൽകണമെന്നും ചെന്താമര അന്വേഷണ സംഘത്തോട് പറഞ്ഞു. പിന്നെ മകൾക്ക് വീട് കൊടുക്കണം, മകളെ ഭയങ്കര ഇഷ്ടമാണെന്നും കൂടിയാണ് പുള്ളി ഇന്നലെ ചോദ്യം ചെയ്യലിൽ പറഞ്ഞു. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ തെളിവെടുപ്പ് പൂർത്തിയായി. എലവഞ്ചേരി അഗ്രോ എക്യുപ്സ് എന്ന കടയിൽ നിന്ന് ആയുധം വാങ്ങിയെന്നാണ് പ്രതി അന്വേഷണ സംഘത്തോട് പറഞ്ഞത്. കടയിലെ ജീവനക്കാർ താൻ ആവശ്യപ്പെട്ട വിധം ആയുധം നിർമ്മിച്ചു നൽകി. ഇതിനുപയോഗിച്ച ലെയ്ത്ത് മെഷീനെ കുറിച്ചും ചെന്താമര പോലീസിനോട് വിവരിച്ചു. എന്നാൽ ആയുധം വാങ്ങിയത് തന്റെ കടയിൽ നിന്നല്ലെന്നും ചെന്താമരയെ അറിയില്ലെന്നുമായിരുന്നു കടയുടമ ചെന്താമരാക്ഷന്റെ പ്രതികരണം. എന്റെ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടില്ല, ഉറപ്പായിട്ടും. ഇത്തരത്തിലുള്ള ഈ സാധനം ഇവിടെ ഉണ്ടാക്കാറുമില്ല. അതന്നെയാണ് അതിൽ കുറച്ച് ഞങ്ങൾക്ക് അറിയാം. ഞങ്ങളെ സീലുണ്ട്, ഇവിടുത്തെ ചെയ്യുന്നതിന് വൃത്തിയായിട്ടുള്ള സീലുകളുണ്ട്. ഇതിലൊന്നും സീലും ഇല്ല, ഒന്നുമില്ലാത്തതാണ്. ആയുധത്തിൽ കടയുടെ സീൽ നേരത്തെ തന്നെ കണ്ടെത്തിയതാണെന്നും ലെയ്ത്ത് മെഷീൻ ഉൾപ്പെടെ കൃത്യമായി വിവരിച്ച പ്രതിക്ക് മുമ്പ് കടയിൽ വരാതെ അതിന് സാധിക്കില്ലെന്നും ആലത്തൂർ ഡിവൈഎസ്പി എൻ മുരളീധരൻ. അല്ല, നമുക്ക് അയാൾ അങ്ങനെ പറഞ്ഞാലും ആ വെട്ടുകത്തിയുടെ ബാക്കിൽ ഒരു നമ്പർ ഉണ്ട് അവരുടെ കമ്പനിയുടെ. അത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അവരങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാനൊന്നും പറ്റില്ല. പിന്നെ ഇയാൾ അതിനകത്തേക്ക് കടന്ന് ആ ലേത്ത് മെഷീൻ എവിടെ വെച്ചിരിക്കണമെന്ന് ഇയാൾ കാണിച്ചിട്ടുണ്ട്. ഇയാൾ ഒരു പോകാത്ത ഒരാൾക്ക് ലേത്ത് മെഷീൻ എവിടെയാണ്, അതിലെങ്ങനെയാണ് ഹോൾ ഇട്ടെന്നൊന്നും അറിയില്ലല്ലോ. പ്രതി 1 മാസം മുമ്പ് പറമ്പ് കിളയ്ക്കാൻ ആയുധം വാങ്ങിയ മറ്റൊരു കടയിലും തെളിവെടുപ്പ് നടത്തി. എന്നാൽ ഈ ആയുധമല്ല ഇയാൾ കൃത്യത്തിന് ഉപയോഗിച്ചതെന്നാണ് കണ്ടെത്തൽ. കസ്റ്റഡി കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ വീണ്ടും റിമാൻഡ് ചെയ്ത് വിയ്യൂർ അതിസുരക്ഷാ ജയിലിലെത്തിച്ചു. കേസിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. ന്യൂസ് 18 പാലക്കാട്.